നമ്മൾ ചെയ്യാൻ പോകുന്നത് മർജാരാസനത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. ആദ്യം വജ്രാസനത്തിലിരിക്കുക. പിന്നെ കാൽമുട്ടുകളിൽ നിന്ന് കുട്ടികൾ ആന കളിക്കാൻ നിൽക്കും പോലെ കൈകൾ നിലത്തൂന്നി നിൽക്കുക. അതാത് വശങ്ങളിലെ കാൽമുട്ടുകൾക്ക് മുന്നിൽ കൈകൾ നീട്ടി കൈവിരലുകൾ ഒതുക്കിപ്പിടിച്ച് കമഴ്ത്തി വയ്ക്കണം. ആ നിലയിൽ നേരെ നോക്കണം. ഇനി മൂക്കിൽ കൂടി ഒറ്റയടിക്ക് ശ്വസിക്കുന്നതോടൊപ്പം തല പുറകോട്ട് വളച്ച് മേലോട്ട് നോക്കണം. ഒപ്പം നെട്ടല് ഞെളിച്ച് ചന്ദ്രക്കല പോലെയാക്കി നെട്ടലിൽ മനസ്സുറപ്പിച്ച് കഴിയുന്നത്ര ഞെളിയണം. പെട്ടെന്ന് ശ്വസിക്കുന്നതും തല പുറകോട്ടെടുക്കുന്നതും മേലോട്ട് നോക്കുന്നതും നെട്ടലിനെ ആവുന്നത്ര ഞെളിക്കുന്നതും ഒപ്പം നടത്തണം. ഈ നിലയിൽ തുടക്കക്കാർക്ക് സെക്കൻഡുകൾ എടുത്ത് ചെയ്യാം. തുടർന്ന് കൈകളുടെ മധ്യത്തിലാക്കി ഒറ്റയടിക്ക് വാ തുറന്ന് ഉച്ഛ്വസിച്ച് വാ കൂട്ടുകയും നെട്ടലിൽ റാ പോലെ പൊക്കി ആവതും വളയ്ക്കുകയും വേണം. സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ ആവർത്തിക്കുക. നെട്ടലിൽ തലപ്പുറത്തോട്ടെടുത്ത് നെട്ടൽ മുമ്പിലത്തെ പോലെ ചന്ദ്രക്കലയാക്കി ഞെളിയണം. തുടർച്ചയായി ഇങ്ങനെ ഏതാനും തവണ ചെയ്യണം. കൈകാലുകൾ തൂണുപോലെ ഉറപ്പിച്ച് കൈമുട്ടുകൾ വളയാതെ നെട്ടൽ പൊക്കി വളയ്ക്കുമ്പോൾ ഉള്ളം കൈകൾ നിലത്തമർത്തി നെഞ്ചിൻ്റെ പ്രഭാവം കഴിയുന്നത്ര ഉയർത്തണം. ഒറ്റയടിക്ക് ഉച്ഛ്വസിച്ചുകൊണ്ട് നെട്ടല് പൊക്കി വളയ്ക്കുമ്പോൾ വയറ് ചുട്ടി മേലോട്ട് പൊങ്ങും. തുടക്കത്തിൽ ഓരോ നിലയിലും അല്പം വിശ്രമിച്ച് കൊള്ളണം. പരിചയിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ 5 മുതൽ 10 തവണ വരെ ചെയ്യാൻ കഴിയും. ക്ഷീണം തോന്നുമ്പോൾ വജ്രാസനത്തിലിരുന്ന് വിശ്രമിക്കണം. വീണ്ടും 2-3 തവണ ചെയ്യണം. കുറച്ച് നാളത്തെ അഭ്യാസം കൊണ്ട് 30 മുതൽ 50 തവണ വരെ ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയും. ഗുണങ്ങൾ: കഴുത്ത്, തോളുകൾ, നെട്ടല് ഇവയ്ക്ക് അയവ് കിട്ടും. സ്ത്രീകൾ ചെയ്യുകയാണെങ്കിൽ ആർത്തവ സംബന്ധിയായ വൈകല്യങ്ങളും വെള്ളപ്പൊക്കവും മാറും. അവരുടെ ജനനേന്ദ്രിയ വ്യൂഹം കർമ്മക്ഷമമാകും. ദഹനശക്തിയും ശബ്ദശുദ്ധിയും ഉണ്ടാകും. ഉദരാന്തർഭാഗത്തെ അവയവങ്ങൾ ശക്തങ്ങളാകും. മർജാരം എന്ന് പറഞ്ഞ പൂച്ചയാണ്. പൂച്ചയുടെ സ്വഭാവവിശേഷങ്ങളെ ആസ്പദമാക്കി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ആസന ക്രിയയാണ് മർജാരാസനം. മർജാരാസനം നമ്മൾക്ക് അഭ്യസിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ആസനം കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും.